വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ചാലഞ്ചിൻ്റെ ഡേ 3ഉം 4ഉം ഞാൻ ഒരുമിച്ചായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സാറ്റർഡേ സൺഡേ ആണ്. സോ ഈ 2 ഡേയ്സും എനിക്ക് റിവിഷൻ ഡേയ്സ് ആണ്. എനിക്ക് സാറ്റർഡേ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ക്ലാസ് ഉണ്ട് എന്നുള്ളത്. സോ ക്ലാസ്സിന് പോയി വന്നു. ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു ടോപ്പിക് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വന്ന പാടെ ക്ലാസ് കഴിഞ്ഞ് വന്ന് ലഞ്ചൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 3 o'clock കഴിഞ്ഞു. പക്ഷെ ഞാൻ വന്ന പാടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് ടയേർഡായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ടാർഗറ്റ് മീറ്റ് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ ഇരുന്നിട്ട് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത എടുത്ത ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ കണ്ടു. അതായത് ഒന്നുകൂടി വിട്ടുപോയ പോയിന്റ്സ് ഒക്കെ ഉണ്ട്, ഒന്ന് തറോ എന്നുള്ള രീതിയിൽ ഒന്ന് ക്ലാസ് കണ്ടു. കാരണം ചിലപ്പോൾ ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ സാറ് മിസ് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ അതും കൂടി ആഡ് ഓൺ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവാം. നമുക്ക് ഹ്യൂമൻ ബീങ്സ് അല്ലേ, ചിലപ്പോൾ ക്ലാസ്സിൽ പറയുന്ന സമയത്ത് ഡേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനൊക്കെ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലക്ഷ്യയുടെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കോഴ്സ് എടുത്തിട്ടുണ്ടെന്നല്ലോ, അതിലെയും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് PSC എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ക്ലാസ്സും കണ്ടിട്ട് സാറിൻ്റെ ക്ലാസ് ജോഗ്രഫിക്കൊക്കെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ കാര്യം ഒന്ന് പക്കയാക്കി വെച്ചു. എന്നിട്ടാണ് ഞാൻ പിന്നെ റിവിഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റഡി ലോഗ് മാത്രം ആക്കാതെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് റിവിഷന് വേണ്ട ടിപ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഉള്ളത്. സോ ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ കൂടെ റിവിഷനും കൂടെ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതിനുള്ള വലിയൊരു എക്സാമ്പിളാണ് എൻ്റെ UPSC സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഞാൻ അറ്റ്ലീസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റിലെങ്കിലും എനിക്ക് എത്താൻ പറ്റിയത് എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെക്കാൾ എത്രയോ കാലം ഈ എക്സാം എഴുതി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുറേ കാലം മുന്നേ പഠിച്ച് ഇരുന്നിട്ട് വരെ അവർക്ക് എവിടെയും എത്താൻ പറ്റിയിട്ടില്ല. മാർക്സ് അവർ എക്സ്പെക്ട് രീതിയിൽ ഒന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇവിടെയെങ്കിലും എത്താൻ പറ്റിയതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ റിവിഷനാണ്. ആകെ 4 മാസം കൊണ്ട് ഞാൻ സിലബസ് ഒരു 80% കവർ ചെയ്തു. ബാക്കി ഞാൻ ഒന്നും പഠിക്കാൻ നിന്നില്ല. ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ പക്ക റിവിഷന് കൊടുത്തു. ഒരു 1 month ഫുള്ള് ഞാൻ റിവൈസ് ചെയ്തതിൻ്റെ മാർക്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിവിഷന് പക്ക ടൈം കൊടുത്തിട്ട് നന്നായിട്ട് റിവൈസ് ചെയ്യുക. അതിന് ഞാൻ അധികം ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കണ്ട എന്താണെന്ന് വെച്ചാൽ, റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച റാങ്ക് ഫയലോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ടോ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കും. അതൊരിക്കലും ചെയ്യരുത്. അത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില ആൾക്കാർക്ക് ഈ ഇമേജസ് കണ്ടാൽ ഓർത്ത് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് ആ നോട്ടിൽ ഇവിടെ, പേജിൽ ഇവിടെ, റാങ്ക് ഫയൽ ഇങ്ങനെ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് എക്സാമിൻ്റെ സമയത്ത് വരുമ്പോൾ അതെന്തായിരുന്നു എന്നുള്ളത് കറക്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ചെയ്യേണ്ടത്, വെറുതെ വായിച്ചു പോകുന്നതിന് പകരം, ഇപ്പം നിങ്ങളൊരു റാങ്ക് ഫയൽ വെച്ചിട്ടാണ് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീഡിയോ കാണുക. അല്ലെ വീഡിയോ കണ്ടിട്ടാണ് വേറൊരു വീഡിയോ കാണുക. ഒരു ചാനലിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാത്തതോ അല്ലെങ്കിൽ പഠിക്കാത്തതോ അല്ലെങ്കിൽ വിട്ടുപോയതോ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് അപ്പം ബ്രഷപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ വീഡിയോയിൽ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളിങ്ങനെ അതിൻ്റെ ആൻസേഴ്സ്, ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇന്ത്യൻ റെയിൽവേ എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന പേര്, അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പം, അല്ലെങ്കിൽ അതിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ ട്രെയിൻ, അങ്ങനെ എന്തെങ്കിലും സാർ ഇങ്ങനെ സെൻറ്റൻസ് പറഞ്ഞ് ആൻസർ പറയാൻ വരുന്നതിൻ്റെ മുന്നേ നിങ്ങളിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ആൻസർ ഓൾറെഡി പറഞ്ഞു നോക്കുക. അങ്ങനെ പറയുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡിൽ അത് വീണ്ടും വീണ്ടും രജിസ്റ്റർ ആവും. മറ്റു നമുക്ക് അറിയില്ല, ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അത് ശരിക്കും വായിക്കുന്നുണ്ടോ, മെമ്മറിയിലേക്ക് കയറുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാവില്ല. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ച ബുക്കും ഓൾറെഡി എഴുതി ഉണ്ടാക്കിയ നോട്ടും ആകുമ്പം നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. ഇതൊക്കെ എനിക്കറിയാം, അങ്ങനെ വായിച്ചു പോയാൽ മതി എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം അതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറേ വീഡിയോസ് കണ്ട് ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഒരു വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്താണ്, വേറെ ഏതെങ്കിലും ഒരു വീഡിയോയും കൂടി കാണുക, തച്ചിട്ട് അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ റിവിഷൻ ചെയ്യുമ്പോൾ പിന്നെ വേറെ ഏതെങ്കിലും വീഡിയോ കാണുക, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയുള്ള കുറേ ആപ്സ് ഇപ്പം നമുക്ക് കിട്ടാനുണ്ടല്ലോ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് തന്നെ ഉണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നി. അപ്പം അതുകൊണ്ട് അതിങ്ങനെ ലാഗ് ചെയ്ത് നൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇനിയിപ്പം ഡേ 2, അതായത് സൺഡേയിലതാണ് ഇപ്പം നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റിവൈസ് ചെയ്യുന്ന സമയത്ത് വേറൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ദേശീയ വരുമാനം. ആ ദേശീയ വരുമാനം എന്ന് പറയുന്നൊരു ടോപ്പിക് ഒരാൾ എന്തായതൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കില്ലേ. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, നോട്ടിൽ എഴുതുക, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരാളുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും
നല്ലത് നോട്ടിലെഴുതുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് വീണ്ടും കിട്ടാത്ത കാര്യം നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി വെക്കുക. സോ ദാറ്റ് നമുക്ക് അത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ച് നമ്മൾ പോകുന്ന വഴിക്ക് നടക്കുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും റീഡ് ചെയ്ത് നമ്മളത് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത്രയും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ടിപ്സാണ്, പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് നിങ്ങളെ സ്റ്റഡി മെത്തേഡ്സ് നിങ്ങൾ കൊണ്ടുവരികയാണ് അത് ഡെഫിനറ്റ്ലി നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ട്രൈ ചെയ്തിട്ട് ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. Thank you so much and bye.